പാലക്കാട് ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 8 മണിയോടുകൂടി ഒറ്റപ്പാലത്തിന് സമീപമുള്ള റോഡിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നതിനിടയിലായിരുന്നു റോഡിന്റെ ഒരു വശത്ത് അസ്വാഭാവികമായ നിലയിൽ ഒരു സ്ത്രീ കമിഴ്ന്നു കിടക്കുന്ന കാഴ്ച കണ്ടത്. ആ സ്ത്രീയുടെ അടുത്തേക്കെത്തി അവരെ വിളിച്ചു നോക്കിയെങ്കിലും അവർക്ക് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയന്നു പോയ ചെറുപ്പക്കാരൻ അതിവേഗത്തിൽ തന്നെ അതുവഴി കടന്നുപോയ 1-2 വാഹനം തടഞ്ഞു നിർത്തുകയും അതിലുള്ള ആളുകളോട് വിവരം പറയുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. വാഹനത്തിൽ നിന്നിറങ്ങിയ ആളുകൾ ആ സ്ത്രീയെ പരിശോധിച്ചപ്പോൾ ശരിക്കും ഭയന്നു പോയി. ആ സ്ത്രീയുടെ ശരീരം തണുത്തു വിറങ്ങലിച്ചിരിക്കുകയാണ്. അവർ മരിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ടെന്ന് അതിൽ നിന്നും വ്യക്തമായി. നാട്ടുകാർ സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചതിനെ തുടർന്ന് SI ഉൾപ്പെടുന്ന സംഘം സംഭവസ്ഥലത്തേക്കെത്തിയ പോലീസുകാർ നാട്ടുകാരെയൊക്കെ ആ പ്രദേശത്തു നിന്നും മാറ്റി നിർത്തി. പോലീസ് സംഘം ആ സ്ത്രീയെ പരിശോധിച്ചപ്പോൾ അവർക്കും അക്കാര്യം വ്യക്തമായി. അതൊരു ഡെഡ് ബോഡിയാണ്. കാര്യമത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ SI ഉടൻ തന്നെ വിവരം മുകൾ തട്ടിലേക്ക് അറിയിക്കുകയും ഫോറൻസിക് സംഘത്തെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ പ്രദേശമൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴായിരുന്നു ആ സ്ത്രീ കിടക്കുന്നതിന് സമീപത്തായി ഒരു സഞ്ചി കിടക്കുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രദേശത്ത് കൂടി നിൽക്കുന്ന ആളുകളോട് ആ സ്ത്രീയെ അതിനു മുൻപ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ പോലും അവർക്കാർക്കും ആ സ്ത്രീയെ അറിവില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അസ്വാഭാവികമായ നിലയിൽ റോഡിന്റെ വശത്ത് മരണപ്പെട്ട് കിടക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നും പോലീസിനും നാട്ടുകാർക്കും വ്യക്തമായി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. ഫോറൻസിക് സംഘം വിശദമായ പരിശോധന ആരംഭിച്ചു. ആ സ്ത്രീ കിടന്നതിന് സമീപത്തുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ പോലീസുകാർക്ക് ലഭിച്ചു. അത് സ്വിച്ച് ഓഫ് മോഡിലാണ്. എന്നാൽ അത് ഓണാക്കിയപ്പോൾ ആ ഫോണിന് ചാർജ് ഉണ്ടെന്നുള്ള കാര്യം പോലീസുകാർക്ക് വ്യക്തമായി. ആ മൊബൈൽ ഫോൺ ഓഫായി പോയതല്ല, മനഃപൂർവ്വം ഓഫാക്കി വെച്ചതാണ്. ആ മൊബൈൽ ഫോൺ ഓണാക്കി നോക്കിയ പോലീസുകാർക്ക് അതിൽ നിന്നും കുറേയധികം നമ്പറുകൾ ലഭിച്ചു. അതിൽ കണ്ട ഒരു നമ്പറിലേക്ക് അതേ ഫോണിൽ നിന്ന് തന്നെ SI ഒന്ന് വിളിച്ചു നോക്കി. മറുതലക്കിലുള്ള വ്യക്തി ഉടൻ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുകയും നബീസുമ എന്തുകൊണ്ടാണ് രാവിലെ തന്നെ വിളിച്ചതെന്ന് അന്വേഷിക്കുകയും ചെയ്തു. മരണപ്പെട്ട് കിടക്കുന്ന സ്ത്രീയുടെ പേര് നബീസ എന്നാണെന്ന് അതിൽ നിന്നും SIക്ക് വ്യക്തമായി. കോൾ എടുത്ത വ്യക്തിയോട് പോലീസുകാർ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതിന് ഫലമുണ്ടായി. അരമണിക്കൂർ പിന്നിട്ടപ്പോൾ ഒരു വ്യക്തി സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തോട്ടറ എന്ന സ്ഥലത്തുള്ള നബീസ എന്ന വ്യക്തിയാണ് റോഡിന്റെ വശത്ത് മരിച്ച നിലയിൽ കിടക്കുന്നത്. ആ സ്ത്രീക്ക് മക്കളും ചെറുമക്കളും ഒക്കെയുണ്ട്. പോലീസുകാർ ഫോൺ വിളിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തേക്ക് എത്തിയ വ്യക്തി അയാൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. നബീസയെക്കുറിച്ചുള്ള വിവരം അവരുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ അറിയിക്കാൻ പോലീസുകാർ ഉടൻ തന്നെ അയാൾക്ക് നിർദ്ദേശവും നൽകി. മക്കളെയൊക്കെ വിവരമറിയിക്കുന്നതിനിടയിലായിരുന്നു ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ നബീസ കിടക്കുന്നതിന് സമീപത്ത് കിടന്നിരുന്ന സഞ്ചിയിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെടുക്കുന്നത്. അത് നബീസ എഴുതിയ കുറിപ്പാണ്. ഈ ലോകത്ത് ജീവിച്ച് തനിക്ക് മതിയായെന്നും അതുകൊണ്ട് താൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയാണെന്നുമാണ് കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കത്ത് കണ്ടപ്പോൾ തന്നെ പോലീസ് സംഘത്തിന് എന്തോ ചില സംശയങ്ങൾ തോന്നി. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ഇതിനോടകം തന്നെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായി. ആ സ്ത്രീയുടെ മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്നും പ്രത്യേകിച്ച് വിരലടയാളങ്ങളൊന്നും തന്നെ ആ സമയത്ത് ലഭിച്ചതുമില്ല. ആ സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പേരിൽ സംഭവസ്ഥലത്തേക്കെത്തിയ ബന്ധുക്കളോട് നാട്ടുകാർ രോഷം പ്രകടിപ്പിച്ചു. നബീസ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ ബന്ധുക്കൾക്ക് സംശയം തോന്നി. അവരെന്തിനങ്ങനെ ചെയ്യണമെന്നായിരുന്നു ബന്ധുക്കളുടെ സംശയം. ആ സ്ത്രീ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ ബന്ധുക്കളിൽ പലരും അത്ഭുതപ്പെട്ടു പോയി. ഒരിക്കലും ആ സ്ത്രീ അങ്ങനെ ഒരു കുറിപ്പ് എഴുതില്ല എന്ന് ബന്ധുക്കളിൽ ചിലർ തറപ്പിച്ചു പറഞ്ഞു. ബന്ധുക്കൾ നാട്ടുകാരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീക്ക് എന്താ കത്തെഴുതാൻ പാടില്ല എന്നുണ്ടോ എന്ന് SI ചോദിച്ച ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് ഒരു ബന്ധു പറഞ്ഞത്. നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല എന്നായിരുന്നു അയാൾ പോലീസിനോട് വ്യക്തമാക്കിയത്. അവിടെ കൂടി നിന്ന ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ആ സ്ത്രീക്ക് എഴുത്തും വായനയും അറിയില്ല എങ്കിൽ പിന്നെ ആ കത്തെഴുതിയത് ആരാണ്? അതുവരെയും ഒരു സാധാരണ മരണമായി പോലീസുകാർ കണ്ട നബീസയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ആ നിമിഷം മുതൽ പോലീസുകാർക്ക് വ്യക്തമായി. ആ സ്ത്രീക്ക് എഴുതാനും വായിക്കാനും അറിവില്ല എന്നുള്ള കാര്യം ബന്ധുക്കളിൽ പലരും പോലീസിനോട് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നബീസയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് സംഭവം നടന്ന ആ സ്പോട്ട് ശരിക്കും പോലീസിന്റെ നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. ആ പ്രദേശം മുഴുവൻ പോലീസ് സംഘം വിശദമായി തെരച്ചിലിന് വിധേയമാക്കിയപ്പോഴായിരുന്നു നബീസ കിടന്നിരുന്ന ഭാഗത്തു നിന്നും അല്പം ദൂരെ മാറി ഒരു ചാക്ക് കെട്ട് കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ചാക്ക് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ ചാക്കിൽ മുടിയിഴകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചാക്ക് വിശദമായി പരിശോധിച്ചു നോക്കിയ CIക്ക് കാര്യം വ്യക്തമായി. നബീസയെ കൊലപ്പെടുത്തിയ ശേഷം ആ ചാക്കിനുള്ളിലാണ് കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകികൾ നബീസയുടെ മൃതദേഹം ആ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. റോഡിന്റെ ഒരു വശത്ത് നബീസയുടെ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം കുറ്റകൃത്യം നടത്തിയ വ്യക്തികൾ അവിടെ നിന്നും ഒരല്പം മാറി ഒരു സ്ഥലത്തേക്ക് ആ ചാക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആ സ്ത്രീയെ പരിശോധിച്ച ഫോറൻസിക് സംഘം ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി CIയെ അറിയിച്ചു. ആ സ്ത്രീയുടെ മരണം സംഭവിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡിൽ
ഒരുപാട് മണിക്കൂറുകളോളം ആ സ്ത്രീയുടെ ബോഡി കിടക്കുകയായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ നേരത്തെ തന്നെ ആ സ്ത്രീയെ കാണേണ്ടതാണ്. എന്നാൽ 8 മണിയോടുകൂടിയാണ് അതുവഴി കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടിരിക്കുന്നത്. അതിനർത്ഥം ആ ചെറുപ്പക്കാരൻ അതുവഴി കടന്നു പോകുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആ സ്ത്രീയുടെ മൃതദേഹം അവിടെ കൊണ്ടുവന്നിട്ടതെന്നാണ്. അങ്ങനെയെങ്കിൽ ആ സ്ത്രീയുടെ മരണം മറ്റെവിടെയോ വെച്ച് നേരത്തെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം പറഞ്ഞ കാര്യങ്ങൾ കേട്ട നിമിഷം മുതൽ തന്നെ പോലീസ് സംഘം അവരുടെ അന്വേഷണത്തിന്റെ വ്യാപ്തിയും വലുതാക്കി. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ശേഖരിക്കാൻ കഴിയാവുന്ന തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷം പോലീസ് സംഘം വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടി അവിടെ നിന്നും തിരികെ സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോയി. കൊല്ലപ്പെട്ട നബീസയുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഓരോ വീടുകളിലെത്തി ആ ആളുകളെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു. ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനായി SI ഉൾപ്പെടുന്ന സംഘം പുറപ്പെട്ട അതേ നിമിഷത്തിൽ തന്നെ SP-യും CIയും ഉൾപ്പെടുന്ന സംഘം പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ചില പ്രത്യേക കാര്യങ്ങളാണ് പോലീസുകാരെ അറിയിച്ചത്. ആ സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ വിഷം കലർന്നിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ വിഷം പ്രവേശിച്ചിരിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണയായി അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്കാണ് വിഷം കലരേണ്ടത്. ഇവിടെ ആ സ്ത്രീയുടെ ശ്വാസകോശത്തിലാണ് വിഷം കലർന്നിട്ടുള്ളത്. ശ്വാസകോശത്തിലേക്ക് വിഷം പ്രവേശിക്കണമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആരെങ്കിലും വിഷം നൽകിയെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നു എന്ന് ഡോക്ടർമാർ പോലീസുകാരെ അറിയിച്ചു. ആരുടെയെങ്കിലും വായിലേക്ക് ബലമായി വിഷമൊഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവരുടെ ശ്വാസകോശത്തിലേക്കും അന്നനാളത്തിലേക്കുമൊക്കെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വിഷം കലർന്ന ആ ലിക്വിഡ് ഏതാണെന്ന് ഏകദേശം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസുകാരെ അറിയിച്ചു. ചിതലിനൊക്കെ അടിക്കുന്ന ഒരു കീടനാശിനിയാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ കലർന്നിരിക്കുന്നത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നതിന് ഏകദേശം 48 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നബീസയുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. നബീസയെ കൊലപ്പെടുത്തി ഒരു 12 മണിക്കൂറിലധികം സമയം അവരുടെ ശരീരം മറ്റെവിടെയോ സൂക്ഷിച്ചതിന് ശേഷമാണ് ആ റോഡിന്റെ വശത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നബീസയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് തന്നെ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അതേ അന്വേഷണ പരിധിയിൽപ്പെടുന്ന സർക്കിളിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഷനിലേക്ക് നബീസയെ കാണാനില്ല എന്നുള്ള ഒരു പരാതി ലഭിക്കുന്നത്. ബഷീർ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് സംഘം ബഷീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. നബീസയുടെ മൃതദേഹം റോഡിന്റെ വശത്തുനിന്ന് ലഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ഇപ്പോൾ പരാതിയുമായി സ്റ്റേഷനിലെത്തിയിരിക്കുന്ന നബീസയുടെ ചെറുമകൻ ബഷീറിന്റെ വീട്ടിലേക്ക് നബീസ എത്തിയിരുന്നു. അന്നൊരു പകൽ മുഴുവൻ നബീസ ചെറുമകനായ ബഷീറിനും ഭാര്യയ്ക്കുമൊപ്പം ഉണ്ടായിരുന്നു. വൈകുന്നേരത്തോടുകൂടി നബീസ അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ അന്ന് രാത്രി ബഷീർ നബീസയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ നബീസ എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വീട്ടുകാർ പറഞ്ഞത്. ബന്ധുവീടുകളിലൊക്കെ അന്വേഷിച്ചെങ്കിലും നബീസ അവിടെങ്ങും ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ബഷീറിന് വ്യക്തമായി. നബീസയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും വൈകിയാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ബഷീറിന്റെ ഭാര്യ ഫസീല തന്നെയാണ് ബഷീറിനോട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിർബന്ധിച്ചത്. നബീസ മറ്റേതെങ്കിലും ബന്ധുവീട്ടിൽ പോയിട്ടുണ്ടാകുമെന്ന് കരുതി നബീസയുടെ ഫോണിലേക്ക് ബഷീർ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബഷീർ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ CIക്ക് മുൻപാകെ വെളിപ്പെടുത്തി. ബഷീർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. നബീസയുടെ കോൾ ഡേറ്റ പരിശോധിച്ച പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി. ബഷീർ ഒരുപാട് തവണ നബീസയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ബഷീറിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴും അയാൾ നബീസയെ വിളിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി. ബഷീർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം നബീസയുടെ മറ്റുള്ള ബന്ധുക്കളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. ഒരുപാട് ബന്ധുക്കളുള്ള വ്യക്തിയാണ് നബീസ. അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയായി പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടങ്ങി. നബീസയ്ക്ക് ശത്രുക്കളായി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമായിരുന്നു പോലീസ് സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. ബന്ധുക്കളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ഒരു വ്യക്തി ഒരു നിർണായക വിവരം പോലീസിനോട് പറയുന്നത്. ബഷീറിന്റെ ഭാര്യ ഫസീലയ്ക്ക് നബീസയോട് വൈരാഗ്യമുള്ളതായി തങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നായിരുന്നു ആ വ്യക്തി പോലീസിനോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം നബീസയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലീസിൽ പരാതി നൽകണമെന്നും ആവശ്യപ്പെട്ടത് ഫസീലയാണ്. ഫസീല പറഞ്ഞതനുസരിച്ചാണ് ഭർത്താവ് ബഷീർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു സ്ത്രീയായ ഫസീല നബീസയെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. ആ ബന്ധു ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് പോലീസ് സംഘം വിശദമായി ചോദിച്ചറിഞ്ഞു. നബീസയുടെ കൈവശം ധാരാളം സ്വർണ്ണമുണ്ടായിരുന്നു. ആ സ്വർണ്ണമൊക്കെ കളവ് പോയിട്ടുണ്ട്. ആ സ്വർണം ഫസീല എടുത്തതായി തനിക്ക് സംശയമുണ്ടെന്ന് നബീസ പലതവണ ബന്ധുക്കളോട് പറഞ്ഞിട്ടുള്ളതായി ആ വ്യക്തി പോലീസിന് മൊഴി നൽകി. ബന്ധുക്കളിൽ പലരോടും നബീസ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീക്ക് പ്രായമായതുകൊണ്ട് തന്നെ പല ആളുകളും അതത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. എന്നിരുന്നാലും പോലീസ് സംഘത്തിന് ഇപ്പോൾ ഒരു പേര് വീണ് കിട്ടിയിരിക്കുകയാണ്. ബഷീറിന്റെ ഭാര്യ ഫസീലയുടെ പേര്. അങ്ങനെ ബഷീറിനെ കുറിച്ചും ഫസീലയെ കുറിച്ചും ഒരു അന്വേഷണം നടത്താൻ SP ഉത്തരവിടുകയും ചെയ്തു. ഫസീലയെ കുറിച്ച് അന്വേഷിച്ച പോലീസ് സംഘത്തിന് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഷീറും ഫസീലയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് ശേഷം ബഷീറിന്റെ പിതാവുമായി ഫസീല ഒരു പ്രശ്നമുണ്ടാക്കി.
ബഷീറിന്റെ പിതാവിന് ഫസീല വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സംഭവം. ആ സംഭവം പിന്നീട് പോലീസ് കേസാവുകയും കേസ് കോടതിയിലെത്തുകയും പ്രോസിക്യൂഷൻ ആ കേസ് പ്രൂവ് ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ ഫസീലയ്ക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഷീറിന്റെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ഫസീലയ്ക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തൽ പോലീസുകാരെ ശരിക്കും അമ്പരപ്പിച്ചു. അന്വേഷണ സംഘം പ്രതീക്ഷിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഫസീലയ്ക്കുള്ളത്. ഫസീലയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പോലീസ് സംഘത്തിന് അറിയാൻ കഴിഞ്ഞു. തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ പരോളിലിറങ്ങിയ ഫസീല പാലക്കാട് തന്നെയുള്ള കല്ലേക്കാടുള്ള ഒരു ഫ്ളാറ്റിൽ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ളാറ്റിൽ നിന്നും അന്ന് ഫസീല സ്വർണമാണ് മോഷ്ടിച്ചത്. ഈ സംഭവം നടന്ന് ഏതാനും നാളുകൾക്ക് ശേഷം എറണാകുളത്ത് നിന്നും മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തുള്ള ഒരു ജ്വല്ലറി ഉടമയെ പട്ടാപ്പകൽ പെപ്പർ സ്പ്രേ അടിച്ച് മയക്കി അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് ഫസീലയ്ക്കെതിരെയുള്ളത്. തൃപ്പൂണിത്തുറയിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഷീറിന്റെ ബാപ്പയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ഫസീല പാലക്കാടും എറണാകുളത്തും മോഷണങ്ങൾ നടത്തിയ കേസിലെ പ്രതി കൂടിയാണ്. CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്ന് ഫസീല പിടിയിലായത്. ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഫസീല എന്നുള്ള കാര്യം പോലീസുകാർക്ക് വ്യക്തമായി. അങ്ങനെയെങ്കിൽ നബീസയുടെ കൈവശമുണ്ടായിരുന്ന 45 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഫസീല തന്നെയാകാം മോഷ്ടിച്ചതെന്നും പോലീസ് വിലയിരുത്തി. അങ്ങനെ പോലീസ് സംഘം ഫസീലയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഫസീലയ്ക്കൊപ്പം ബഷീറിനെ കൂടി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഫസീലയെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി. പോലീസിന്റെ എല്ലാ ചോദ്യത്തിനും വ്യക്തമായ മറുപടിയാണ് ഫസീല പറയുന്നത്. ശരിക്കും ഒരു എക്സ്പെർട്ടിനെ പോലെ തന്നെയാണ് ഫസീല സ്റ്റേഷനിൽ പെരുമാറുന്നത്. പോലീസ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതെന്നും ഫസീലയ്ക്ക് മുൻകൂട്ടി തന്നെ അറിയാം. ഫസീല ഒരു തരത്തിലും പിടിതരില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അവരുടെ ചോദ്യത്തിന്റെ രീതി തന്നെ മാറ്റി. പിന്നീടുള്ള ചോദ്യം ചെയ്യലുകളിൽ ബഷീറാണ് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയത്. പോലീസിന്റെ ഒരു ചോദ്യത്തെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ബഷീർ പല കാര്യങ്ങളും പറയാൻ തുടങ്ങിയത്. നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ള കാര്യം ബഷീറിനും ഭാര്യയ്ക്കും പുറമെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ അറിയാം. എന്നിട്ടും നബീസ എഴുതുന്നു എന്ന പേരിൽ ഒരു കുറിപ്പെഴുതി വെക്കാൻ എങ്ങനെയാണ് ബഷീറിന് തോന്നിയതെന്നും അതുകൊണ്ടല്ലേ ഇപ്പോൾ ബഷീർ പിടിക്കപ്പെട്ടതെന്നുമായിരുന്നു പോലീസിന്റെ നിർണായകമായ ചോദ്യം. ആ ചോദ്യത്തിൽ ബഷീർ വീഴുകയും ചെയ്തു. ബഷീറിന്റെ ഭാര്യ ഫസീലയ്ക്ക് നബീസയുടെ ഒരു എതിർപ്പുണ്ടാകാൻ കാരണമായത് ബഷീറിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്. ഏതാനും നാളുകൾക്ക് മുൻപാണ് 45 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നബീസയുടെ കയ്യിൽ നിന്നും കാണാതെയായത്. അതേ ചൊല്ലി വീട്ടുകാർ പോലീസിൽ കേസ് കൊടുത്തിട്ടുമുണ്ട്. അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് നബീസയുടെ ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതറിഞ്ഞ് ബന്ധുക്കളൊക്കെ ഒരു ദിവസം വീട്ടിലൊത്തുകൂടി. സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയതിൽ തനിക്ക് സംശയം ചെറുമകന്റെ ഭാര്യയായ ഫസീലയാണെന്ന് ആ നിമിഷത്തിൽ എല്ലാ ആളുകളുടെയും മുൻപിൽ വെച്ച് നബീസ വിളിച്ചു പറയുകയും ചെയ്തു. ചെറിയ മരുമകളെക്കുറിച്ച് നബീസ അങ്ങനെ പറഞ്ഞതിൽ ബന്ധുക്കളൊക്കെ അവരെ ശകാരിക്കുകയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം ഫസീലയുടെ മനസ്സിൽ തറഞ്ഞു കയറുകയും ചെയ്തു. നബീസ ആ വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഫസീല തന്റെ തീരുമാനം ഭർത്താവ് ബഷീറിനെ അറിയിക്കുകയും ചെയ്തു. തന്നെക്കുറിച്ച് ബന്ധുക്കളുടെ മുൻപിൽ ഇത്തരത്തിൽ മോശമായി സംസാരിച്ച നബീസയെ വകവരുത്തണമെന്ന് തന്നെയാണ് തന്റെ തീരുമാനമെന്ന് ഫസീല അങ്ങനെയാണ് ബഷീറിനെ അറിയിച്ചത്. ബഷീർ ആദ്യഘട്ടത്തിലൊക്കെ എതിർത്തെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും ഫസീല തന്റെ തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൊല്ലപ്പെട്ട നബീസയാകട്ടെ തന്റെ ബന്ധുക്കളോടൊക്കെ തന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഫസീല തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ബന്ധുക്കളെയൊക്കെ കാണുന്ന സമയത്ത് ബഷീറിനോടും ഫസീലയോടും ആ ബന്ധുക്കളൊക്കെ നബീസ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത് പതിവായി. നബീസയുടെ മരണം സംഭവിക്കാതെ തങ്ങൾക്കിനി ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഫസീല അങ്ങനെയാണ് ബഷീറിനെ അറിയിച്ചത്. ആദ്യമൊന്നും ബഷീർ സമ്മതിച്ചില്ല. ഒടുവിൽ ബഷീറിനെ കൊണ്ട് ഫസീല ആ കാര്യം സമ്മതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നബീസയെ കൊലപ്പെടുത്തുന്നതിനെ അവർ ഒരു ദിവസം തീരുമാനിക്കുകയും തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. അവരുടെ പ്ലാനിന്റെ ഭാഗമായാണ് നബീസയെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനായി ബഷീറും ഫസീലയും ചേർന്ന് നബീസയുടെ വീട്ടിലെത്തിയത്. ആദ്യമൊന്നും നബീസുമ്മ സമ്മതിച്ചില്ലെങ്കിൽ പോലും ബഷീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടുകൂടി നബീസുമ്മ അവർക്കൊപ്പം വാഹനത്തിൽ കയറി ബഷീറിന്റെ വീട്ടിലേക്ക് പോയി. ബഷീറിന്റെ വീട്ടിൽ ആഹാരമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി മൂവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു. നബീസുമ്മ വളരെ നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ പിന്നിട്ടിട്ടും നബീസുമ്മയ്ക്ക് യാതൊരുവിധ കുലുക്കവുമില്ല എന്ന് ബഷീറിനും ഫസീലയ്ക്കും മനസ്സിലായി. അത് മാത്രവുമല്ല, തനിക്ക് തന്റെ വീട്ടിൽ കിടന്നെങ്കിൽ മാത്രമേ ഉറക്കം വരൂ എന്നും അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ച് തരണമെന്നും നബീസുമ്മ ബഷീറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി വൈകിയാൽ കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കി ഫസീല അതിവേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. ഒരു ബോട്ടിലുമായാണ് ഫസീല അടുക്കളയിൽ നിന്ന് മടങ്ങിയെത്തിയത്. പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ അതിവേഗത്തിൽ തന്നെ ബോട്ടിൽ തുറന്ന് അതിൽ നിന്നും ഒരു ദ്രാവകം ബഷീറും ഫസീലയും ചേർന്ന് ബലപ്രയോഗത്തിലൂടെ നബീസയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു.
ചിതലിനൊക്കെ അടിക്കുന്ന കീടനാശിനിയായിരുന്നു ഫസീല അടുക്കളയിൽ നിന്നും എടുത്തുകൊണ്ട് വന്നത്. ദ്രാവകം അപ്രതീക്ഷിതമായി വായിലേക്ക് ഒഴിച്ച സമയത്ത് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിലായ നബീസുമ്മയുടെ ശ്വാസകോശത്തിലേക്കും അന്നനാളത്തിലേക്കുമൊക്കെ ആ ദ്രാവകം കടക്കുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നബീസുമ്മ കുഴഞ്ഞു വീണു. നേരത്തെ അതേ ദ്രാവകം അവർ കഴിച്ചുകൊണ്ടിരുന്ന കറിയിലും ഫസീല ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കറി കഴിച്ചെങ്കിലും നബീസുമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. കറിയിൽ ചേർത്തിരുന്ന വിഷത്തിന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാകാം അങ്ങനെ സംഭവിച്ചതെന്ന് ബഷീറിന് മനസ്സിലായി. നബീസയുടെ മരണം ഇരുവരും ചേർന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് എന്ത് ചെയ്യണമെന്നുള്ള ആലോചന ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും തൊട്ടടുത്ത ദിവസം പുലരുകയും ചെയ്തു. ഒരു ദിവസം മുഴുവൻ നബീസമ്മയുടെ മൃതദേഹം ബഷീറിന്റെ വീട്ടിൽ തന്നെ ഇരുന്നു. നബീസയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്താൽ തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഫസീല തന്നെയാണ് ബഷീറിനെ അറിയിച്ചത്. അതിന്റെ ഭാഗമായി നബീസുമ്മ എഴുതുന്ന തരത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് ഫസീല തന്നെയാണ് എഴുതി തയ്യാറാക്കിയത്. നിരവധി തവണയാണ് ഫസീല കുറിപ്പ് എഴുതി നോക്കിയത്. അതൊന്നും ശരിയാകുന്നില്ല എന്ന് മനസ്സിലാക്കി ഏറ്റവും ഒടുവിൽ അനുയോജ്യമായ ഒരെണ്ണം എഴുതി തയ്യാറാക്കുകയായിരുന്നു. ഫസീല എഴുതിയ കുറിപ്പ് വായിച്ചു നോക്കിയ ശേഷം ബഷീർ പിന്നീട് അതേ രീതിയിൽ മറ്റൊരു കുറിപ്പ് കൂടി എഴുതുകയായിരുന്നു. ബഷീർ എഴുതിയ ആ കുറിപ്പ് നബീസ എപ്പോഴും കയ്യിൽ കരുതാറുണ്ടായിരുന്ന സഞ്ചിയിലേക്ക് ഇടുകയും അതോടൊപ്പം തന്നെ നബീസയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ആ സഞ്ചിയിലേക്ക് വയ്ക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ഭാര്യയും ഭർത്താവും ചേർന്ന് നബീസമ്മയുടെ മൃതദേഹം ഒരു ചാക്കിനുള്ളിലേക്ക് കയറ്റി. അന്ന് രാത്രിയോടുകൂടിയാണ് ബഷീറും ഫസീലയും നബീസയുടെ മൃതദേഹവുമായി ആ വീട്ടിൽ നിന്ന് തിരിക്കുന്നത്. രാത്രിയോടുകൂടി നബീസയുടെ മൃതദേഹം കിടന്നിരുന്ന ആ റോഡിന് സമീപത്തേക്ക് അവരുടെ വാഹനം എത്തുകയും ആ പ്രദേശത്തെങ്ങും അധികം വാഹനം പോകാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നബീസയുടെ മൃതദേഹം ചാക്കിനുള്ളിൽ നിന്നും ആ റോഡിന്റെ വശത്തേക്ക് കിടത്തുകയും ചെയ്തു. ശേഷം ആ ചാക്ക് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ബഷീർ വലിച്ചെറിയുകയും ചെയ്തു. നബീസ കിടന്നിരുന്നതിന് തൊട്ടടുത്ത് തന്നെ നബീസ എപ്പോഴും കയ്യിൽ കരുതാറുണ്ടായിരുന്ന ആ സഞ്ചിയും എടുത്തുവെച്ചു. അത്രയും ചെയ്ത ശേഷം അവിടെയെങ്ങും ആരുമില്ല എന്നുറപ്പിച്ച ബഷീറും ഭാര്യയും അവിടെ നിന്നും അവർ വന്ന വാഹനത്തിൽ കടന്നു കളയുകയും ചെയ്തു. പ്രതികളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മണ്ണാർക്കാട് കോടതിയിൽ സമർപ്പിച്ചു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ബഷീറിനും ഭാര്യ ഫസീലയ്ക്കും ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷാ കാലാവധിക്ക് പുറമെ 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി പ്രതികളിലേക്ക് എത്തിയ പോലീസിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു.